ഞാൻ ഈ വഅദ് നിർത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരങ്ങളെ, ബല്ലഗനാ റമളാൻ, റമളാനിൽ ഞങ്ങളെ ജീവിപ്പിക്കണം, ഞങ്ങൾക്ക് ആയുസ്സ് തരണമെന്ന് ദുആ ചെയ്യാൻ പറയുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഈമാനിന്റെ വെളിച്ചം കിട്ടിയ ഒരു കുട്ടി റമളാൻ വരുന്ന സമയം ആരോടെങ്കിലും പിണങ്ങിയിട്ടാണോ, കുടുംബത്തിൽ ഒരാളോട് പിണങ്ങിയിട്ടാണോ റമളാനിൽ, നഊദു ബില്ലാഹ്, അല്ലാഹു അവന്റെ ബറക്കത്ത് എടുത്തു കളയും. ലാ യഖ്ബലുല്ലാഹ്. മഹാന്മാർ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ധാരാളം കൊല്ലം ദർസ് നടത്തിയ ഉസ്താദുമാര് വരെ നമ്മുടെ സദസ്സുകൾ വരെയുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, ജ്യേഷ്ഠാനുജന്മാരെ, റജബിൽ പാടില്ലായിരുന്നു, ശഅബാനിൽ അത്രയും പാടില്ലായിരുന്നു. നമ്മുടെ ചോരകളോട് എന്റെ അനുജനോട് ഞാനെങ്ങാനും പിണങ്ങിയാൽ ഈ ശഅബാനിലോ റമളാനിലോ റജബിലോ പിണങ്ങുന്നുവെങ്കിൽ എനിക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷ, എനിക്ക് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ആവർത്തിച്ചു പറയുന്നത്, എന്റെ ചരിത്രം പറഞ്ഞാൽ 10 11 മടിയും തികക്കാൻ അറിയാത്തവനല്ല, നമ്മൾ പരസ്പരം അറിയുന്നവരാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന റജബ് കഴിഞ്ഞു, ശഅബാൻ പകുതിയും കഴിഞ്ഞു, ഈ റമളാൻ വരുമ്പോഴേക്കും ഒരാളോടും ഒരു പടക്കം നഊദു ബില്ലാഹ്. എന്റെ ജ്യേഷ്ഠനോട്, നമ്മുടെ ജ്യേഷ്ഠനോട് നമ്മൾ പടങ്ങുന്നുവെങ്കിൽ ജ്യേഷ്ഠൻ നമ്മുടെ വാപ്പയുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠനോട് പടങ്ങിയിട്ടാണോ റമളാൻ വരവേൽക്കുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോകും, ജീവിതം തുറഞ്ഞു പോകും, എല്ലാം നശിച്ചു പോകും. ഓരോ വെള്ളിയാഴ്ച രാവിലും ഓരോ മനുഷ്യന്റെ അമലുകളെയും വെളിവാക്കപ്പെടുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അവിടെ എങ്ങാനും ചോരകളോട് അല്ലെങ്കിൽ രക്തങ്ങളോട് 1 മിനിറ്റ് പിണങ്ങിയവരാണോ ആ അമലുകൾ അവിടെ സ്വീകരിക്കില്ല, നബി തങ്ങളുടെ അരികിലേക്ക് എത്തില്ല, ഖാലിഖായ റബ്ബ് അത് ഖബൂൽ ചെയ്യുകയുമില്ല, സ്വീകരിക്കുകയുമില്ല. ഇത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഈ വഅദ് നിർത്തുമ്പോ നമ്മുടെ ചോര ആരോട് എന്തിനാണ്? ഞാനടക്കം നമ്മൾ പച്ച പാവങ്ങളാണ്. അവസാനത്തെ 10 നമ്മൾ ദുആ ചെയ്യും, ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, പടച്ചവനെ നീ മാപ്പ് കൊടുക്കുന്നവരാ, നീ അഫ്വ് ചെയ്യുന്നവരാ. ഇത് പറഞ്ഞാൽ നമുക്ക് ആരെന്ത് പറഞ്ഞാൽ അഫ്വ് ചെയ്തുകൂടെ? ആരെന്ത് പറഞ്ഞാലും ചെയ്താലും നമുക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? അല്ലാഹു നമുക്ക് അഫ്വ് ചെയ്യാൻ ദുആ ചെയ്യുന്നില്ലേ? നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അഫ്വ് ചെയ്ത് കൊടുത്തുകൂടെ? ഒരാളോട് ഒരു പടക്കല്ല, എന്താണെങ്കിലും നമ്മൾ പാപങ്ങളെ ശൈത്താൻ പഴപ്പിക്കാൻ വേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മുടെ രക്തങ്ങളിൽ ആരോടും, പ്രത്യേകിച്ച് ഭാര്യമാരോട് പിണങ്ങുന്നത് എല്ലാം നശിച്ചു കളയുന്ന, എല്ലാ നന്മകളും നശിച്ചു കളയുന്ന ഒന്നാണ്. ഭാര്യമാരോട് പിണങ്ങുന്നത്, ഭാര്യമാരോടുള്ള പിണക്കം വർഷങ്ങളോളം പിണങ്ങി നടക്കുന്നവർ, ആഴ്ചകളോളം പിണങ്ങി നടക്കുന്നവർ, റമളാനിൽ പിണങ്ങിയിട്ട് പെരുന്നാളിന് പിണങ്ങി നടക്കുന്നവരുണ്ട്. യുവാക്കളെ, ഒരു ബറക്കത്ത് അല്ലാഹു നൽകില്ല, ഒരു സന്തോഷം അല്ലാഹു നമുക്ക് നൽകില്ല. നമ്മുടെ ഭാര്യ മക്കളോട് പിണങ്ങുന്നത് സൂക്ഷിക്കണം. നമ്മുടെ ഭാര്യമാരോട് പിണങ്ങുന്നത്, സ്ത്രീകളോട് പറയുന്നു, നിങ്ങളുടെ വിജയം നിങ്ങളുടെ എല്ലാം ഭർത്താക്കന്മാരാണ്. ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചലം നിങ്ങളുടെ കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിച്ചാലും നിങ്ങൾക്ക് അവരോടുള്ള ഹക്ക് തീരില്ല. യാ മഅ്ശറൻ നിസാ, യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, ലൗ തഅലംനാ ബിഹഖ്ഖി അസ്വാജികുന്ന, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഹക്കുകളെങ്ങാനും നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ കവിൾത്തടങ്ങളെ കൊണ്ട് ഭർത്താക്കന്മാരുടെ ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് നിങ്ങൾ വടിച്ചെടുത്തു എന്ന് പറഞ്ഞാലും ഹക്ക് വീട്ടി എന്ന് പറയാൻ പറ്റില്ല. സഹോദരി, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കരുത്, ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കരുത്. അത് സ്ത്രീകൾ ചിന്തിക്കണം. പുരുഷന്മാരോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, അല്ലാഹു നമുക്ക് നൽകിയ ബറക്കത്താണ്. ഭാര്യമാരെ ഒരിക്കലും കരയിപ്പിക്കരുത്, നമ്മുടെ ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഭാര്യമാരെ വേദനിപ്പിക്കുന്നവർ, ഭാര്യമാരെ കരയിപ്പിക്കുന്നവർ അല്ലാഹു അവരുടെ ജീവിതത്തിലെ എല്ലാ ബറക്കത്തുകളും എടുത്തുകളയുമെന്നും, ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്നവരാണെങ്കിൽ അവർക്ക് വല്ലാത്ത റഹ്മത്ത് അല്ലാഹു കൊടുക്കുമെന്നും പണ്ഡിത ലോകം എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ, ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, ബറക്കത്താണ്, നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണ്.
ഞാനത് കാടുകരി പറയേണ്ടതാണ്, പറയുന്നവരുമാണ്. ഞാൻ ഒതുക്കി. ഒരാളും ഈ റമദാൻ വരുമ്പോഴേക്കും ആരോടൊരു പിണക്കില്ല, ഒരു വെറുപ്പില്ല. എന്താ ഹാല്? നമുക്ക് അങ്ങനെ ആയിക്കൂടെ? ഒരാളോടൊരു വെറുപ്പില്ല, ഒരാളോടൊരു വിഷമില്ല. ആ നിലക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എല്ലാ ദോഷങ്ങളും എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ലാഹു തആല ആ ദോഷം തെറ്റുകൾക്കുള്ള ശിക്ഷകളെ ചിലപ്പോൾ അന്ത്യനാൾ വരെ പിന്തിച്ചേക്കാം. മാതാപിതാക്കളോട് കളിച്ച മക്കളുണ്ടോ? ഉറക്കെ ചൊല്ലുന്ന ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളെ വേദനിപ്പിച്ച, മാതാപിതാക്കളെ കരയിപ്പിച്ച ഏതൊരു മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് വെച്ച് തന്നെ അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു തആല കൊടുക്കേണ്ട ശിക്ഷകൾ അത് പള്ളിക്കാട്ടിലേക്ക് പോലും നീട്ടിവെക്കുകയില്ല, ഇവിടെ വെച്ച് കൊടുക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറയാ, ഇത് വല്ലാത്ത ഒരു സാഹചര്യം. ഒരുപാട് കുട്ടികൾ പല വിഷമം പറഞ്ഞു. എവിടെ ചെന്നാലും ഒരു റാഹത്തില്ല, ബറക്കത്തില്ല, ഐശ്വര്യല്ല. ഗൾഫിൽ ചെന്നാൽ അതുപോലെ തിരിച്ചു വരുന്നു. നമ്മുടെ നാട്ടിൽ കുറെ കുട്ടികളെ കാണുന്നുണ്ടല്ല. പക്ഷേ എന്റെ അനുജാ, ഇത് ദീനാണ് പഠിപ്പിച്ചത്. മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ, എപ്പോഴും വിഷയങ്ങൾ, മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ അല്ലാഹു ആ മക്കൾക്ക് കൊടുത്ത് പരീക്ഷിക്കുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇവിടെയാണ് ഇത്രമാത്രം ഘനത്തോടുകൂടെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാനെ വെട്ടിക്കൊല്ലുന്ന കഥകളും ബാപ്പയുടെ കഴുത്തറുക്കുന്ന പ്രശ്നങ്ങളും അതുപോലത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ നാടുകളിൽ ഇന്ന് വേറെ പലതുമായി ഇതിലേറെ വിഷമകരമായ പ്രശ്നങ്ങൾ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ലൊരു ഭാവി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഭാവി കൊടുക്കുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്താണ് ഉമ്മാനെ തിരിയാതെ പോകുന്നത്, ബാപ്പയെ തിരിയാതെ പോകുന്നത്? നഊദു ബില്ലാഹ്. അതിന്റെ ഏറ്റവും വലിയ അടിത്തറ ഓവാലി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ലഹരികൾ കടിമപ്പെടുന്ന വേദനാജനകമായ രംഗമാണ്. ലഹരികൾ കടിമപ്പെടുന്ന മാരകമായ വിപത്ത് നമ്മുടെ കുട്ടികളുടെ നാവിന്റെ ചുവട്ടിൽ പോലും ലഹരികൾ കടിമപ്പെടുന്ന, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പോകട്ടെ അവിടുത്തെ എത്രയോ പേരുകൾ എന്ന് പണ്ഡിത ലോകം എഴുതി വെക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഞാനിവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിലെ ഒരു ടീം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാനൊരു സ്കൂളിൽ പോയിരുന്നു. ആ ക്ലാസ്സിലുള്ള കുട്ടികളോട് ചോദിച്ചു, ഈ ലഹരികളുടെ ഇനങ്ങള്, പേരുകള്. അപ്പൊ ഈ മക്കള് പറയാ 25 പറയാ. 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, 25 പറയാ. നിങ്ങൾ ആലോചിച്ചാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എത്ര അറിയും? ഒന്നും മൂലി നിങ്ങളല്ല ചെറിയ, നിങ്ങളല്ല പുതിയ തലമുറ 25 പേരുകളെ. എന്തെല്ലാം സുഖകരമായ ഏതെല്ലാം പേരുകൾ അറിയാം. പക്ഷേ നമ്മുടെ മക്കൾ പാവങ്ങളാണ്. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ കാക്കുമാറാവട്ടെ. വല്ലാത്തൊരു അപകടം പിടിച്ചൊരു കാലമാണ്, വല്ലാത്ത വിഷമം പിടിച്ചൊരു ചുറ്റുപാടാണ്. എന്തു ചെയ്യും? നമ്മളൊക്കെ ഊട്ടിയിലേക്ക് പോയാൽ കാണുന്ന ഒരു ഞായറാഴ്ച ദിവസം, പണ്ടൊക്കെ 8 ദിവസത്തെ അവധി, വെക്കേഷൻ ഒക്കെ പറയും. ഇന്നൊരു ഞായറാഴ്ച ദിവസമായാൽ മതി. ഇന്നൊരു ഞായറാഴ്ച ദിവസം വന്നാൽ എന്തൊരു ഉല്ലാസയാത്ര!
ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല നല്ല മക്കൾ ഹാജിമാരുടെ മക്കളാണ്, നല്ല നല്ല കാര്യപ്പെട്ട ഹാജിമാരുടെ മക്കളാണ്. നോക്കൂ എന്റെ സഹോദരങ്ങളെ, ആ ഹാജിമാരുടെ പൊന്നുമക്കൾ, ആ മക്കളാണ് പടച്ചവനെ ഇതെവിടത്തേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പെൺകുട്ടികളൊക്കെ ഒരു ദിവസം എവിടെങ്കിലും പോകുന്നുവെങ്കിൽ ഒരു പേടി. ഇന്ന് മാതാപിതാക്കൾക്ക് പേടിയില്ലാതെ വരുമ്പോ നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് പേടിയില്ലാതെ വന്നാൽ എന്നേക്കുമായി ഖേദിക്കേണ്ടി വരും. കുട്ടികൾ പാവങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ ശകാരിച്ചത് കൊണ്ടായില്ല, അവര് പാവങ്ങളാണ്, അവര് സാധുക്കളാണ്. ഏതൊക്കെയോ ഒരവസ്ഥയിൽ ഇപ്പൊ പച്ചയില് ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ ജോലിക്ക് പോവുകയാണ്, ഞാൻ പഠിക്കുകയാണെന്ന് പറയുന്ന, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാതാപിതാക്കൾക്കുണ്ടല്ലോ ഒരു പരിധി. മാതാപിതാക്കൾക്ക് അവിടെ മക്കളെ എന്ത് ചെയ്യണമെന്ന ഒരു ധാരണയുണ്ടല്ലോ. പക്ഷെ ഒരു പ്രശ്നവുമില്ലാതെ ഞാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ജോലി കിട്ടുക, കല്യാണത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മറ്റു ജില്ലകളൊക്കെ കേട്ടിരുന്നു. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ എത്തുണ്ടെന്ന് കേൾക്കുന്നു. സത്യമാണോ? ഒന്ന് കൂടിത്തരിക ബില്ലുകളെ, ഒന്ന് കൂടിത്തരുകള്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ എന്തൊരു പേടി. ഞാൻ ഇങ്ങനെ പാടം തറന്നൊക്കെ കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മൾ ഈ സമൂഹ വിഭാഗത്തിന്റെ ഒക്കെ തങ്ങളുസ്താക്കെ പറയും ഇങ്ങനെ സമയമാകുമ്പോ അതിനിങ്ങനെ ഒരുങ്ങട്ടെ എന്നൊക്കെ ഉള്ള ചിന്തയില്. പക്ഷെ ഇപ്പൊ ചിന്തിക്കുന്ന അറിയോ, അവരെങ്ങാൻ ആ സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ കഴിഞ്ഞില്ലേ. ആ ഒരു പേടി ഇതുവരെ ഇല്ലാത്തൊരു കാലം. ആ രംഗങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങള്. നഊദുബില്ലാ, വാപ്പ പേടിക്ക, ഉമ്മ പേടിക്ക, ഇങ്ങനത്തെ ഒരു ചുറ്റുപാട്, ഇങ്ങനത്തെ ഒരു അവസ്ഥകളും അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അല്ലയോ ഈമാനുള്ള മനുഷ്യ, മൻ ഖലാ ഹാജതഹു ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ലഹരികൾ കടിമപ്പെടുന്ന കുട്ടികൾ, അവർക്കെങ്ങാനും ഒരു സഹായം നൽകുന്ന അവസ്ഥ വന്നാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ പൊളിക്കുന്നതിന് തുല്യമാണ്. കള്ളു കുടിക്കുന്ന, കഞ്ചാവിന് അടിമപ്പെടുന്ന, ലഹരികൾക്ക് അടിമപ്പെടുന്ന ഒരു മനുഷ്യനെങ്ങാനും സഹായിക്കുന്ന ഘട്ടം വേണ്ട എന്നല്ല സഹോദരങ്ങളെ പറയുന്നത്. അതിന്റെ വേദനാജനകമായ രംഗം മഹാന്മാര് വിവരിക്കുകയാണ്. വമൻ അഖറലഹു ഖർലാ, വമൻ അഖറലഹു ഖർലാ. മാതാപിതാക്കളെ, വമൽ അത്അമ ശാരിബൽ ഖംദി, മൽ അത്അമ ശാരിബൽ ഖംദി. ലഹരികൾ കടിമപ്പെടുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പിടിച്ചോറ് കൊടുക്കുന്ന ഉമ്മാക്ക് അല്ലാഹു കൊടുക്കുന്ന സിട്ട, വാപ്പാക്ക് അല്ലാഹു കൊടുക്കുന്ന സിട്ട ദീനാണ് പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ ബഅഖറബാ ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുന്നത്, അല്ലയോ ഈമാനുള്ള മാതാപിതാക്കളെ, മൽ അത്അമ ശാരിബൽ ഖംദി. ലഹരികൾ കടിമപ്പെടുന്ന മക്കൾ, ഒരു തുള്ളി വെള്ളം കൊടുക്കുന്ന ഉമ്മ, ഒരു തുള്ളി വെള്ളം കൊടുക്കുന്ന ഉപ്പ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സിട്ടയെ കുറിച്ച് അവരുടെ ഖബറിൽ ഹയ്യത്തൽ വഅഖറബാ, പാമ്പുകളും തേളുകളെ കൊണ്ട് നിറക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ അനുജാ, ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ദീനിന്റെ പടയാളികളെ, വമൽ അഖറലഹു ഖർലാ. ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരിയുമായി ചുറ്റി നടക്കുന്നവല്ല നിങ്ങൾ കടം കൊടുത്ത് സഹായിക്കരുത്. അവന് നിങ്ങൾ ഒരു രൂപ കടം കൊടുത്തു പോകരുത്. കൊടുക്കുന്നുവെങ്കിൽ ഫഖദ് അആന
അലാ ഖത്ലി മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ എത്ര വലിയ ശിക്ഷയാൽ. ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങാനും ലോകത്തറ മറ്റ മനുഷ്യനെയും ആക്രമിക്കരുത് എന്ന് പഠിപ്പിച്ച ത്വാഹ റസൂലുള്ളാഹി. ജാതി മത വ്യത്യാസമില്ലാതെ പൊട്ടുവെച്ച ഹൈന്ദവ സഹോദരങ്ങൾ, അല്ലാഹുവാണ് അവരെ പടച്ചത്, അല്ലാഹുവാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത്, അല്ലാഹുവാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലയോ മുസ്ലിമീങ്ങളെ, ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ഒരമുസ്ലിമായ പൊട്ടുവെച്ച ഒരൊറ്റ മനുഷ്യരെയും വേദനിപ്പിക്കരുതേ, അവരെ വിഷമിപ്പിക്കരുതേ. ദീനാണ് പഠിപ്പിക്കുന്നത്. ലൻ തുഅ്മിനൂ, നിങ്ങളാരും മുഅ്മിനായി മരിക്കുകയില്ല. ഹത്താ തുറാഹിമൂ, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ. സ്വഹാബത്ത് ചോദിച്ചു, കുല്ലുനാ റഹീം, ഞങ്ങളെല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ നബിയേ? ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹു, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മുസ്ലിമായ മനുഷ്യനോട് കാണിക്കുന്ന കരുണയല്ല, വലാകിന്നഹാ റഹ്മത്തുൻ നാസ്, ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണേ. ഈ രാജ്യത്ത് അല്ലാഹു പടച്ച പടപ്പുകൾ മുഴുവനും പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. കുരിശു വെച്ച ക്രൈസ്തവരെ പടച്ചത് അല്ലാഹുവാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുപോലെ നെറ്റിയിൽ പൊട്ടുവെച്ച നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളായ സഹോദരിമാർ, അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ അല്ലാഹു പടച്ച അടിമകളാണ്, പടച്ച റബ്ബിന്റെ അടിമകളാണ്. അവർക്ക് വെള്ളം കൊടുക്കുന്നതും അവർക്ക് വെള്ളവായു കൊടുക്ക് ശ്വസിക്കാൻ വായു നൽകുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും അർഹമുർ റഹീമീനായ റബ്ബാണ്. ആ റബ്ബ് പടച്ച ഒരൊറ്റ ജീവിയെ വേദനിപ്പിക്കരുതേ മുസ്ലിമീങ്ങളെ. ഒരൊറ്റ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും ആക്രമിക്കരുത്. അയൽപ്പക്കത്തുള്ള അമുസ്ലിമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിക്കുന്നുണ്ടോ, അയൽപ്പക്കത്തുള്ള മുസ്ലിമിനെ അല്ലാഹു വെറുതെ വിടില്ല. ഇത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ അവസരം കിട്ടിയ ഒരു മുസ്ലിമിന് സ്വർഗ്ഗത്തിൽ കടക്കാൻ പോകുന്ന സമയം തടസ്സങ്ങളുണ്ട്. എന്റെ അനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, വവാഹിദും മിൻ അഹ്ലിൻ നാർ യത്ലുബുഹു ബിമദ്ലമാ, ഒരു അമുസ്ലിമായ ഒരു പൊട്ടുവെച്ച സഹോദരി, ഒരു പൊട്ടുവെച്ച സഹോദരൻ മുസ്ലിമിനെ ചൂണ്ടിയിട്ട് ഇവൻ എന്നെ ആക്രമിച്ചവനാണ്, ഇവർ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചവരാണെന്ന് പറഞ്ഞു പോയാൽ യുസല്ലി കുല്ല യൗമിൽ വലൈലത്തിൽ അൽഫ റകഅ, എന്റെ അനുജാ, ആയിരക്കണക്കിന് ഇബാദത്തെടുത്താലും ബറാഅത്ത് നോമ്പനുഷ്ഠിച്ചാലും ഒരു മുസ്ലിമായ മനുഷ്യനെങ്ങാനും നമ്മെ ചൂണ്ടിക്കൊണ്ട് ഇവൻ എന്നെ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്, നമ്മുടെ ജീവിതത്തിൽ പലതും സഹിക്കേണ്ടി വരും. ഇത് മഹാന്മാരോട് പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും മുഴുവൻ മതക്കാരെയും ഒരൊറ്റ മതവിശ്വാസികളെ നിന്ദിക്കരുതേ, പരിഹസിക്കരുതേ, കളിയാക്കരുതേ, ബുദ്ധിമുട്ടിക്കരുതേ. ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചതെങ്കിൽ ആ മുത്തുനബി തങ്ങളാണ് പറയുന്നത്. അല്ലയോ ചെറുപ്പക്കാരെ, വമൻ ജാലസഹു ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ, കള്ളുകുടിയുമായി മദ്യത്തിന് അടിമപ്പെടുന്ന കുട്ടികൾ അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കുമാറാവട്ടെ. പെട്ടുപോയ മക്കളാ, അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കുമാറാവട്ടെ. കാരുണ്യത്തിന്റെ മുത്താട് പറയുന്നത്, ലഹരികൾക്ക് അടിമപ്പെടുന്ന കുട്ടികൾ, കഞ്ചാവിൽ അടിമപ്പെടുന്ന മക്കൾ,
അതുപോലെ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന കുട്ടികൾ, മുസ്ലിമീങ്ങളെ വമൻ ജാലസഹു, അവനെ നിങ്ങൾ കൂട്ടുകാരാക്കി വെച്ചാൽ, ചങ്ങാതിയാക്കി വെച്ചാൽ, ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖാലിഖായ റബ്ബ് ആ ലഹരികൾക്ക് അടിമപ്പെട്ട് കള്ളുകുടിച്ച് നടക്കുന്നവരെ കൂട്ടുകാരാക്കി വെച്ചവനെ അല്ലാഹു കുരുടനാക്കി കൊണ്ടുവരുന്നതാണ്. കുടിയന്മാരെ കുറിച്ചല്ല പറഞ്ഞത്, കഞ്ചാവിൽ അടിമപ്പെട്ട കുട്ടികളെയുമല്ല, നേരെ മറിച്ച് അവരെ കൂട്ടുകാരാക്കിയ ആളുകളെ അല്ലാഹു ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖാലിഖായ റബ്ബ് അവരെ കുരുടനാക്കി കളയും. ഖാല റബ്ബി ലിമ ഹശറതനി അഅമാ, പടച്ചവരെ എന്താണ് എന്നെ നീ കുരുടനാക്കിയത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എന്നെ കുരുടനാക്കിയത് എന്ന് ചോദിച്ചാൽ അർഹമുർ റഹീമീനായ റബ്ബ് പറയും, ഖാല കദാലിക അത്തിക ആയാതുനാ ഫനസീതഹാ. എടോ, കുടിയന്മാരെ നോക്കണം, കുടിയന്മാരെ ശ്രദ്ധിക്കണം, കുടിയന്മാരെ സൂക്ഷിക്കണം. ഇത് നിന്നോട് പറഞ്ഞിട്ട് അത് നീ തള്ളിക്കളഞ്ഞോ, അത് നീ മറന്നുപോയോ? ഫകദാലികൽ യൗമ തുൻസാ, എന്നാൽ അതുപോലെ നിന്നെ ഞാനിതാ മറന്നിരിക്കുന്നു. മാ ഖലഖല്ലാഹു ഖൽഖൽ അളറ മിന സാഹിബിസ്സൂ. എന്റെ ശബ്ദം കേൾക്കുന്ന മക്കളെ, എന്റെ കുട്ടികളോട് പറയുന്നു, മോരെ അരുത്. ഓവാലി പഞ്ചായത്തിലെ എന്റെ പൊന്നു മക്കളോട് പറയുന്നു, കള്ളുകുടിയന്മാരത് പ്രശ്നമാണ്. ലഹരികൾക്ക് അടിമപ്പെട്ടു പോകരുത്, കഞ്ചാവിൽ അടിമപ്പെട്ടു പോകരുത്. മോരെ ഖാലിഖായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ആൺകുട്ടികളോട് പറയുന്നു, മോരെ ഏറ്റവും വലിയൊരു നിഅമത്ത് തന്നെയാണ് അൽ അഖ്ലു, പടച്ച റബ്ബ് നമുക്ക് നൽകിയ ബുദ്ധി. ആ ബുദ്ധി അത് നഷ്ടപ്പെടുത്തി കളയുന്നത് അത് ലഹരികളാകുന്നു. ആ ബുദ്ധി പോയാൽ ഇവിടെ കിടക്കുന്ന ഉപ്പാപ്പയുടെ ചാരത്ത് വെച്ച്, തങ്ങൾ ഉസ്താദിന്റെ അരികിൽ വെച്ച് ഞാൻ എന്റെ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഒന്ന് ഓർത്തു നോക്കണേ എന്റെ കുട്ടികളെ, അനുജന്മാരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവനാണ്, പുറത്തുള്ള ഒരുവനല്ല വഅദ് പറയുന്നത്. നമ്മൾ സഹോദരങ്ങളാണ്. എന്റെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളോട്, ഈ രാജ്യത്തുള്ള മക്കളോട്, വഅദ് കേൾക്കുന്ന കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മോരെ ഒരു ബുദ്ധിയില്ലാത്ത തലക്ക് സുഖമില്ലാത്ത കുട്ടിയെങ്ങാനും ഈ വഅദിന്റെ മജ്‌ലിസിൽ വന്ന് ഈ മുൻഭാഗത്തങ്ങ് മൂത്രമൊഴിച്ചു പോയാൽ ചിലപ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ അത്ഭുതത്തോടെ നോക്കും. തങ്ങൾ ഉസ്താദ് അത്ഭുതത്തോടെ നോക്കുന്നുവെങ്കിൽ നാട്ടുകാരായ നിങ്ങൾ പറയും, ഉസ്താദേ അത് സുഖമില്ലാത്ത ആളാണ്, ബുദ്ധിയില്ലാത്ത ആളാണ്. അതുപോലെ ഒരു പശുവോ ഒരു ആട്ടുംകുട്ടിയോ ഒരു പശുക്കുട്ടിയോ ഇവിടെ വന്ന് മൂത്രമടിക്കുന്നുവെങ്കിൽ ആരാണ് പശുവിനെ ചീത്ത പറയുക? ആരാണ് ആട്ടുംകുട്ടിയെ ചീത്ത പറയുക? അത് ബുദ്ധിയില്ലാത്ത ജീവിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സദസ് വഷളാകാതിരിക്കാൻ, സഭ വെടക്കാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ ആട്ടിവിടും. അത് തലക്ക് സുഖമില്ലാതെ വന്ന ആ ബുദ്ധിയില്ലാത്ത കുട്ടിയെ നമ്മൾ മൂത്രമടിച്ചാൽ അവരെ നമ്മൾ പറഞ്ഞു വിടും. അവൻ അടിക്കുമോ? അവനെ ചീത്ത പറയുമോ? ഈ പശുക്കുട്ടിയെ ചീത്ത പറയുമോ? പോയി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അടിച്ചേക്കാം എന്റെ അനുജാ. എന്നാൽ ഈ നാട്ടിലെ ബുദ്ധിയുള്ള കുട്ടിയെങ്ങാനും ഈ പരിസരത്ത് വന്ന് മൂത്രമടിച്ചാൽ ഈ നാട്ടിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ അവനെ വെറുതെ വിടുമോ? അവനെ ചോദ്യം ചെയ്യില്ലയോ? ഉസ്താദുമാർ അവനെ പിടിക്കില്ലയോ? ചെറുപ്പക്കാരായ കുട്ടികൾ വരെ അവനെ ചോദിക്കില്ല. കാരണം ബുദ്ധിയുള്ള മോനാണത്. ബുദ്ധിയുള്ളവന് എവിടെ
എവിടെയാണ് മൂത്രമടിക്കേണ്ടത്, ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിന് ചില നിയമാവലികളുണ്ട്. അത് തെറ്റിക്കളഞ്ഞാൽ ആളുകൾ അവനെ വെറുതെ വിടില്ല. എന്റെ മോനെ, ഏറ്റവും വലിയ ബറക്കത്താണ് ബുദ്ധി. അതെങ്ങാനും നീ കഞ്ചാവിനടിമപ്പെട്ട്, നീ ലഹരികൾക്കടിമപ്പെട്ട്, മോനെ പല പല പേരുകളുമുണ്ട്, ഞാനത് പറയുന്നില്ല. എന്റെ കുട്ടികളെ ഞാൻ സുഖിപ്പിക്കാനല്ല പറയുന്നത്. എന്റെ നാട്ടിൽ ഉത്തരവാദിത്തമുണ്ടെന്ന നിലക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, മക്കളെ ലഹരികൾക്കടിമപ്പെട്ടു പോകരുത്, ലഹരികൾക്കടിമപ്പെട്ടു പോകരുത്. എല്ലാം നശിച്ചു പോകും, ജീവിതം തുറഞ്ഞു പോകും. ഒരു നല്ല ഭാവിയാണ് നശിക്കുന്നത്, കുടുംബമാണ് നശിക്കുന്നത്, ദാമ്പത്യ ജീവിതമാണ് നശിക്കുന്നത്. എല്ലാം നിനക്കും മിഫ്താഹു കുല്ലി ശർറിൽ. അതോടുകൂടെ റസൂലുള്ള പഠിപ്പിച്ചു, മോനെ നീ എങ്ങാനും ഒരു കുടിയനാണെങ്കിൽ നിനക്കൊരു തുള്ളി വെള്ളം നൽകിയാൽ കിട്ടുന്ന സിട്ട, ഒരു പിടി ഭക്ഷണം നൽകിയാൽ ലഭിക്കുന്ന സിട്ട, നിന്റെ ചാരത്തൊന്നിരുന്നാൽ ലഭിക്കുന്ന സിട്ട, എത്രയാണ് പരിശുദ്ധമായ ദിൽ പഠിപ്പിച്ചത്. എന്റെ അനുജാ, മക്കളെ അരുത്, അരുത്. വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു കുടിയന്മാർ, വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ലഹരികളും കഞ്ചാവിന് അടിമപ്പെടുന്ന ശൈലിയും മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന ഒരുപാട് മക്കൾ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലാണ്. എന്റെ കുട്ടികളെ, പാവങ്ങളാണ് നമ്മൾ. ആയുസ് തുലക്കരുത്, ആയുസ് തുലക്കരുത്. ഒന്നിനും കൊള്ളാത്ത അവനേക്കാൾ വൃത്തികെട്ടവൻ, അവനേക്കാൾ മോശപ്പെട്ടവൻ, ലഹരികൾക്ക് അടിമപ്പെടുന്നവനേക്കാൾ മോശപ്പെട്ടൊരു ജീവി ഈ ലോകത്തില്ല എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഈമാനിന്റെ പ്രബലപിച്ച മക്കൾ പെട്ടുപോകരുതേ എന്ന് ഞാൻ എന്റെ കുട്ടികളോട്, ഞാൻ എന്റെ മക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കുന്ന ഒന്നാണ് ലഹരികൾക്ക് അടിമപ്പെടുക എന്നുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ പഠിപ്പിച്ചു, ലഹരികൾക്ക് അടിമപ്പെടുന്ന ഒരു മനുഷ്യൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു വലാ സർഫൽ വലാ അദ്രാ. കള്ളിനടിമപ്പെടുന്ന, മയക്കുമരുന്നിനടിമപ്പെടുന്ന, മദ്യത്തിനടിമപ്പെടുന്ന ഒരൊറ്റ മനുഷ്യന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ചൊല്ലണേ, ഖാല റസൂലുള്ളാഹി ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഐ ഫർളൽ വലാ സുന്ന. ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കില്ല, ഒരു സുന്നത്തുകളും അല്ലാഹു സ്വീകരിക്കില്ല. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മക്കളെ അരുത്, അരുത്, സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലെ വേദന, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങളുടെ എല്ലാ അമലുകളെയും അല്ലാഹു കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. എന്റെ അനുജാ, നാട്ടിലുള്ള കുട്ടികളോട്, അതുപോലെ ശബ്ദം കേൾക്കുന്ന എന്റെ പെൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, മോളെ, എന്റെ കുട്ടികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറഞ്ഞു, എന്റെ കാല് പട്ടി നെരിയാണി പട്ടി രക്തം മുടുകിക്കൊണ്ടിരിക്കുന്ന സമയം എന്റെ കടുത്തിലേക്ക് പലതും വലിച്ചിട്ട സമയമുണ്ട്. എന്റെ പൊന്നുമകൾ ഫാത്തിമ, ഫാത്തിമ ബിദ്അത്തും മിന്നീ. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാണ്. മുസ്ലിമീങ്ങൾ, ഫാത്തിമ റസൂലുള്ളാഹിക്ക് അങ്ങനെയാണ്. വഅലുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആടെയെങ്കിൽ ഞാൻ മെല്ലെ ചെന്നുകൊണ്ട് പറയും, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫാത്തിമാന്റെ ഉമ്മയുണ്ട്, ഫാത്തിമാന്റെ
ഉമ്മ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ നബി തങ്ങൾ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് മുസ്ലിമീങ്ങളെ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലയോ സുഹൈബ, അല്ലയോ സിദ്ദീഖേ. ആ സമയത്ത് അല്ലാഹു എനിക്ക് നൽകിയ പ്രത്യേകമായ ഒരു ദുആയുണ്ട്. എല്ലാ അമ്പിയാക്കളും നിർവഹിച്ച ദുആയാണ്. ആ ദുആ നിർണായക ഘട്ടത്തിൽ ഞാൻ ചെലവഴിച്ചില്ല. എന്റെ ആയിഷ എന്ന എന്റെ ഭാര്യയെ വ്യഭിചാരാരോപണം നടത്തിയ സമയം പതറിയ ഘട്ടമായിരുന്നു. അന്നും ആ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ആ ദുആ ഫഖദ് ഖതബതു ദഅവതി, ഫഖദ് ഖതബതു ദഅവതി, എന്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ അവിടുന്ന് കണ്ണീരൊഴുക്കി ദുആ ചെയ്തിട്ടുണ്ട് ദുആകൾ. അതുപോലെ മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളും. എന്നാൽ എനിക്ക് അല്ലാഹു നൽകിയ ദുആ, എന്റെ കുട്ടികളെ കാരുണ്യത്തിന്റെ മുത്താട് പറയുന്നത് ഫഖദ് ഖതബതു ദഅവതി, എനിക്ക് അല്ലാഹു നൽകിയ ആ ഒരു ദുആ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. എന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മത്താ അൽഖാ, ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടും. റസൂലുള്ള ചോദിക്കുമ്പോൾ സ്വഹാബത്ത് പറയുന്നു, അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ. ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എന്റെ കുട്ടികളെന്നറിയുമോ, ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാത്ത ഒരുപാട് പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് സാധുക്കളാണ്, അവര് പാവങ്ങളാണ്. ആ കുട്ടികളെ ഞാനൊന്ന് കണ്ടുമുട്ടും. ചൊല്ലണേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഉപ്പാപ്പയുടെ മക്കളാണ് നമ്മൾ. എന്റെ കുട്ടികളെ അരുത്, എന്താണെങ്കിലും റസൂലുള്ള പഠിപ്പിച്ചു. ഒരിക്കലും തന്നെ കഞ്ചാവിന് അടിമപ്പെടുന്ന, ലഹരികൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥ അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ കാക്കുമാറാവട്ടെ. ഒരു ഭാഗത്ത് ചാടിപ്പോക്കുകളാണെങ്കിൽ, ഒരു ഭാഗത്ത് കുത്തും കൊലകളുമാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. എത്ര ചെറുപ്പക്കാരായ മക്കളെ കുത്തിക്കൊലപ്പെടുത്തുന്ന കാഴ്ചകളാണ് മനുഷ്യ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എല്ലാം എടുത്തു നോക്കിയാൽ ആഴത്തിലേക്ക് ഒരു 5ഉം 6ഉം കുട്ടികളുള്ള ഒരു വാപ്പയാണ് അനാഥയാകുന്നത്. ഈ ലഹരികൾ കാരണമായി എത്രയെത്ര പിഞ്ചു പൈതലുകളാണ് യതീമുകളായി, എത്രയോ പാവങ്ങൾ വിധവകളായി. എന്താണ് പ്രശ്നം? ലഹരികൾ കടിമപ്പെട്ടുകൊണ്ട് ആ വിധവയായ പെണ്ണിന്റെ ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന അവസ്ഥകൾ. 5 മക്കളുള്ള ഒരു ഉപ്പയെ, 6 മക്കളുള്ള ഒരു ഉപ്പയെ നമ്മുടെ പ്രവർത്തനം കൊണ്ടെങ്ങാനും ആ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നഊദു ബില്ലാഹ്, എന്നേക്കും അതിന്റെ ശാപം വിട്ടുതീരുമോ സഹോദരങ്ങളെ? എന്താണ് ഈ കുട്ടികൾ? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ കറകളെ കൊണ്ട് ഒരു യതീമെങ്ങാനും സംഭവിച്ചു പോയാൽ, ഒരു കുട്ടി യതീമായി പോയാൽ നഊദു ബില്ലാഹ്, വല്ലാത്ത വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇരിക്കട്ടെ, ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, വളരെ വിഷമകരമായ ചുറ്റുപാടുകൾ, നെടുവീർപ്പിടുന്ന പാവങ്ങളുണ്ട്. നെടുവീർപ്പിടുന്ന പാവങ്ങൾ. ലഹരികൾ കടിമപ്പെട്ടൊരു മോനങ്ങ് നഷ്ടപ്പെടുമ്പോൾ വാപ്പയും അമ്മയും നെടുവീർപ്പിടുന്നുണ്ട്. ഭാര്യ അപ്പുറത്ത് നെടുവീർപ്പിടുന്നുണ്ട്. 4-5 കുട്ടികളത് വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിടയുന്ന മക്കളുണ്ട്, പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എന്റെ കുട്ടികളെ അരുത്, എന്റെ മക്കൾ നാട്ടുകാരെ അരുത്. ഒരിക്കലും തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടാൽ ദുനിയാവ് നശിക്കും, വീട് നശിക്കും, ദാമ്പത്യ ജീവിതം നശിക്കും. നമ്മുടെ കുട്ടികൾ അനാഥയാകും, നമ്മുടെ മക്കൾ അനാഥയാകും, നമ്മുടെ ഭാര്യ വിധവയാകും. സൂക്ഷിക്കണേ എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ
റഹീമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ഒക്കെ കബൂലാക്കുമാറാവട്ടെ.